കുന്തിപ്പേക്കത്തെ ഹോസ്പിറ്റലുമാരി അങ്ങനത്തെ സംഭവമല്ലത്. ഞാൻ ഇപ്പോൾ ഉള്ളത് മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിലാണ്. നമുക്ക് നമ്മുടെ മണ്ണാർക്കാട് അങ്ങാടിയിലുള്ള ആളുകൾക്കൊക്കെ എത്രത്തോളം സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടും ഫോറക്സ് ട്രേഡിങ്ങിനൊക്കെ പറ്റിയിട്ട് വിവരം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഞാൻ ഈ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ തന്നെ വരാനുള്ള മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാവുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. റാൻഡായിട്ട് നമുക്ക് അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ അറിയോ? ഒരു ഐഡിയ ഇല്ല. ഷെയർ മാർക്കറ്റ് കേട്ടിട്ടുണ്ട്, ഒന്നും കേട്ടിട്ടില്ല. നിങ്ങളതിനോ? ഷെയർ മാർക്കറ്റിനെ പറ്റിയിട്ട് ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല ഇതുവരെ. സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്കിങ്ങും ഒക്കെ കേട്ടിട്ടുണ്ട്. എന്താ സംഭവം? നിങ്ങൾ ഐഡിയ പോലെ പറഞ്ഞാൽ മതി. ഇപ്പോൾ അതിനെ കൂടുതൽ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഓരോ നമ്മളെ ഇന്ത്യയിലുള്ള വലിയ കമ്പനികളുടെ ഷെയർ പുറത്ത് വിൽക്കാനായിട്ട് വെക്കുമ്പോൾ അത് വാങ്ങുന്നതും വിൽക്കുന്നതുമാണ്. അതിനുള്ള മാർക്കറ്റാണ് ഷെയർ മാർക്കറ്റ്. കറക്റ്റാണ്, പക്ക. അതായത് ഇന്ത്യയിൽ നമ്മുടെ വലിയ കമ്പനികളൊക്കെ അല്ലേ, റിലയൻസ്, ടാറ്റ മോട്ടോഴ്സ്, ഇങ്ങനത്തെ കമ്പനികളുടെയൊക്കെ ഷെയർ നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പൊ എന്താ വെച്ചാല് നമ്മളിപ്പോ വാങ്ങിയിട്ടാല് കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ അതിന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അത് പറ്റും. കുന്തിപ്പേക്കത്തെ ഹോസ്പിറ്റലുമാരി അങ്ങനത്തെ സംഭവമല്ലത്. CVR ആണ് പറയുന്നത്. മണ്ണാർക്കാട് ഭയങ്കരമായിട്ട് വിഷമിച്ചൊരു സംഭവമാണല്ലേ CVR എന്ന് പറഞ്ഞാല്. എല്ലാവരും അത് നല്ലൊരു പരിപാടി എന്തെങ്കിലും കൊടുത്തു.